ഫെയ്ത്ത് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ചില ആളുകൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ചില ആളുകൾ വളരെ സെലക്റ്റീവായിട്ട് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്ന ആളുകളായിരിക്കും. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ്. അത് ഓരോരുത്തരുടെ വ്യക്തിത്വത്തെ അനുസരിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് ആളുകളോട് സംസാരിക്കാനും ഫ്രണ്ട്സാക്കാനായിട്ടൊക്കെ കുറച്ച് ഈസിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിൻ്റെ ഒത്തിരി ധാരാളം നന്മകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ചില നെഗറ്റീവ്സും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിലായിരിക്കുമ്പം ഫ്രണ്ട്സ് നമ്മളെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല. കാരണം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ പേരൻസ് ഉണ്ട്, നമുക്ക് കറക്ഷൻസ് ചെയ്തു തരാനും നമ്മൾക്ക് അവരുടെ പെർമിഷൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾക്ക് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പം ഈ ഫ്രണ്ട്സ് നമ്മളെ ഒത്തിരി സ്വാധീനിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എപ്പോഴും കിട്ടുന്ന ഒരു അഡ്വൈസ് ഉണ്ട് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ, നല്ല ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യണം. അങ്ങനെ ഞാൻ പഠിക്കാൻ പോയ സ്ഥലത്ത് എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ നല്ല ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഒരു കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രണ്ട്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് വളരെ ശരിയാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പ്രത്യേകിച്ച് നമ്മൾക്ക് സൺഡേ മാത്രമേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സൺഡേ നമുക്ക് ചർച്ചിൽ പോകണം. അപ്പോൾ അവരോട് നോ പറയാനായിട്ട് നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ സൺഡേ ഒരു ദിവസം കിട്ടുമ്പോൾ നമ്മളൊന്ന് പുറത്തൊക്കെ പോകാനായിട്ട് അവർ നമ്മളോട് പറയുമ്പം നോ പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിച്ചാലോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് അങ്ങനെ ഒരു സ്ട്രഗിൾ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ നിന്നല്ല, പല കാര്യത്തിലും നമുക്ക് നോ പറയേണ്ട അടുത്ത് അത് നമുക്ക് സ്ട്രഗിളാണ്. കാരണം ഇവരെന്ത് വിചാരിക്കും, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കുമെന്ന് ഓർത്തിട്ട് നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യാറുണ്ട്, വിശ്വാസികളായിട്ടുള്ള നമ്മൾ. അപ്പം അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ അറിയാതെ അവരുടെ കൂടെ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുമുണ്ട്. അങ്ങനെ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ കൂടെ ചില സൺഡേസ് ഒന്ന് രണ്ട് സൺഡേ എനിക്ക് മിസ്സായി പോയത് വരെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര കുറ്റബോധമായിട്ട് വന്നപ്പോൾ എനിക്കത് ഭയങ്കര ഒരു കുറ്റബോധം വന്നു കഴിഞ്ഞപ്പം ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, എന്താണേലും നോ പറയേണ്ട അടുത്ത് നോ പറയാനായിട്ട് തന്നെ പറ്റും. അതെൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിച്ചാലും ഞാനങ്ങനെ ചെയ്യുമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സ്ട്രഗിളായിരുന്നു. ആദ്യത്തെ കുറച്ച് തവണയൊക്കെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് നോ പറയാനായിട്ട്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചില ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ആ ബന്ധം കുറഞ്ഞു പോയതായിട്ടും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾക്കൊരു ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് ഒരു കുറച്ച് നാൾ, 1-2 മാസം അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെക്കുറിച്ച് നമ്മളുടെ ഐഡൻറ്റിറ്റി അവിടെ വെളിപ്പെട്ടതായിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ഞാൻ ആരാ, എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കുറച്ച് സ്ട്രഗിളൊക്കെ അനുഭവിച്ചെങ്കിലും അത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള സമയങ്ങൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. കാരണം പിന്നെ എനിക്ക് ചില തെറ്റുകൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി, നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ 1-2 മാസത്തെ സ്ട്രഗിൾ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തെങ്കിലും എനിക്ക് പിന്നെ അതെൻ്റെ ജീവിതത്തിൽ നന്മയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം, എന്നെ അങ്ങനെ കർത്താവ് സഹായിച്ചു കഴിഞ്ഞപ്പം ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറച്ചും കൂടെ നന്നായിട്ട് ഉപയോഗിക്കാം എന്നെനിക്ക് തോന്നി. കാരണം വിശ്വാസികളായിട്ടുള്ള നമ്മളുടെ ചർച്ചിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പം അത് പല പ്രായത്തിലുള്ള ആളുകളായിരിക്കും നമുക്കുണ്ടാവുക. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, അത് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട്, അതിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻസ് തരാനൊക്കെ ആയിട്ട് എനിക്ക് പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളായിരുന്നു. അത് പലരോട് എനിക്ക് പറയുമ്പോഴും അതെനിക്ക് ആശ്വാസമായിട്ട് എനിക്കങ്ങനെ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഞാൻ ചെന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പലരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻറ്റിമാരായിട്ടും ചില നമ്മുടെ സെയിം ഏജിലുള്ളവരൊക്കെ ആയിട്ട് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് എൻ്റെ ജീവിതത്തെ എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾക്ക് നല്ലൊരു ഫ്രണ്ടായിട്ടിരിക്കാൻ, നമ്മളുടെ കൂടെയുള്ള അവിശ്വാസികളായിട്ടുള്ള പിള്ളേർക്ക് നല്ലൊരു ഫ്രണ്ടായിട്ടിരിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമാണല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഉള്ള ഫ്രണ്ട്സിനെ ഞാൻ അങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ ഒത്തിരി കാര്യങ്ങൾ, എൻ്റെ പ്രശ്നങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതിന് പകരം നല്ലൊരു ലിസണറായിട്ടിരിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ആളുകൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ
നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യും. അപ്പം നമുക്കത് നമ്മൾ ഈ കേട്ടിട്ടുള്ളതും നമ്മൾ അറിഞ്ഞിട്ടുള്ളതും വെച്ചിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ചിലവരുടെ പാരൻസൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ചില കുട്ടികളുടെ അമ്മമാരൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മിയോല അങ്ങനെ പറഞ്ഞു കൊടുത്തത് ഒത്തിരി നന്നായിട്ടോ. അവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുവാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അപ്പം പറ്റാത്തത് പറഞ്ഞു കൊടുത്തതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിച്ചു പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഓർക്കുക. പക്ഷേങ്കിൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ വളരെ പുറകോട്ടുള്ള ആളാണ്. ഞാൻ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ എനിക്ക് ഫ്രണ്ട്സ്, പിന്നെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പം പഴയ ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധം ഞാൻ പതുക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. അതെനിക്ക് ഇപ്പോഴും ഭയങ്കര കുറ്റബോധമായിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. എനിക്കങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് അവരോട് കർത്താവിനെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ പിന്നെ അവരുടെ അടുത്തൊരു കോണ്ടാക്റ്റ് ഇല്ലാണ്ടുമായി പോയിട്ട് ഞാനങ്ങനെ വിഷമിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ഇരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇങ്ങനെ കുറച്ച് പേരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്, ഭയങ്കര അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. കർത്താവ് ഇങ്ങനെ ഒരു ആളുകളോട് സംസാരിക്കാനും ഒക്കെ ഒരു കഴിവ് കർത്താവ് തന്നിട്ട് അതിനെ കുറച്ചൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്, എനിക്ക് മടിയുള്ളത് കൊണ്ട് അതിൻ്റെ ചില പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഫ്രണ്ട്ഷിപ്പിനെ ഞാനായിരുന്ന സ്ഥലങ്ങളിലും ഞാൻ ആയിരുന്ന അവസ്ഥകളിലൊക്കെ ശരിക്കും ഫ്രണ്ട്സ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ട് ഒത്തിരി പല കാര്യങ്ങൾക്കും അത് ഹെൽപ്പായിട്ടുകൊണ്ട് പല കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികളായിട്ടുള്ള ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ പല ഡിസിഷൻ എടുത്തപ്പോഴും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എനിക്ക് ഷെയർ ചെയ്യാനും അങ്ങനെ ആശ്വസിക്കാനൊക്കെ എനിക്ക് പറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെ നന്നായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കാര്യമുണ്ട്. നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അതല്ല, നമ്മൾ അവരുടെ സ്വാധീനത്തിലായി പോയിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം നല്ലൊരു ഫ്രണ്ടായിട്ടിരിക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അവിശ്വാസികളുടെ ഇടയ്ക്ക്. കാരണം നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമ്മളെ കേൾക്കാനൊക്കെ, നമുക്ക് അഡ്വൈസ് തരാൻ, നമുക്ക് നല്ല അഡ്വൈസ് തരാനും ഒക്കെ നമ്മൾക്ക് വിശ്വാസികളായിട്ടുള്ള ഫ്രണ്ട്സ് ധാരാളം ഉണ്ടല്ലോ. അപ്പം അവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ മുന്നിൽ നല്ല ഫ്രണ്ടായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തത് എൻ്റെ ജീവിതത്തിൽ നന്മയായിരുന്നു. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ബുദ്ധിമുട്ട്, വിഷമം എനിക്ക് ഉണ്ട്. എങ്കിലും എപ്പോഴും ഫ്രണ്ട്സും ഫ്രണ്ട്ഷിപ്പും ഒക്കെ നമ്മൾക്ക് ആവശ്യമുള്ളൊരു കാര്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. താങ്ക് യു.